ആദ്യം അതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാം. കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓഗസ്റ്റ് 2000-ലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് IRDAയുടെ അപ്രൂവൽ കിട്ടി രജിസ്ട്രേഷൻ കിട്ടുന്നത്. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് തുടങ്ങിയത്. HDFC ലൈഫും UK ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലൈഫ് ആബ്രഡീൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം HDFC 51%, സ്റ്റാൻഡേർഡ് ലൈഫ് ഹോൾഡ് ചെയ്യുന്നത് ഏകദേശം 12.25% സ്റ്റേക്കുമാണ്. ഇവർക്ക് 421 ബ്രാഞ്ചസാണ് ഇന്ത്യയിലൊട്ടാകെ ഉള്ളത്. 2012-ലും 2016-ലുമായിട്ട് ഇവർ ഒരു 2 കംപ്ലീറ്റ്ലി ഓൺഡ് സബ്സിഡറീസും തുടങ്ങിയിട്ടുണ്ട്. 2012 HDFC പെൻഷൻ എന്ന് പറഞ്ഞ ഒരു സബ്സിഡറിയാണ് തുടങ്ങിയത്. അത് പെൻഷൻ ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള NPSന് അണ്ടറിൽ വരുന്ന പെൻഷൻ ഫണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്പനിയാണ്. ഇവർക്ക് ഏകദേശം 31% മാർക്കറ്റ് ഷെയർ ഉണ്ട്. വൺ ഓഫ് ദ ലീഡിങ് പ്രൈവറ്റ് സെക്ടർ പെൻഷൻ ഫണ്ട് മാനേജേഴ്സാണ്. ഇവരുടെ AUM കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 60%ഓളം ഗ്രോത്തും കാണിച്ചിട്ടുണ്ട്. 2019 ഏപ്രിൽ 2019 ഒരു ഈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പെൻഷൻ ഫണ്ട് മാനേജ്മെൻറ്റിന് ഈ പ്രൈവറ്റ് സെക്ടർ കമ്പനീസിനും കൂടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇനി അങ്ങോട്ട് ഗ്രോത്ത് നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ 2016 HDFC ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു സബ്സിഡറിയും കൂടെ ഇവർ തുടങ്ങിയായിരുന്നു. ഇത് ബേസിക്കലി റീഇൻഷുറൻസിന് വേണ്ടിയാണ്. UAE ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇവർ മെയിനായിട്ട് ബിസിനസ് ചെയ്യുന്നത് ഗൾഫ് കൺട്രീസിൽ തന്നെയാണ്. അവരുടെ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 72% റീഇൻഷുറൻസ് പ്രീമിയത്തിൽ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല നെറ്റ് പ്രോഫിറ്റിൽ ഇവർ 101% ഗ്രോത്തും കാണിച്ചിട്ടുണ്ട്. പിന്നെ HDFC ലൈഫിന് ഏകദേശം 230ഓളം പാർട്ട്നേഴ്സ് ഉണ്ട്. NBFC, MFIs, സ്മോൾ ഫിനാൻസ് ബാങ്ക്, അങ്ങനെ പലരുമായിട്ട്. പിന്നെ കൂടാതെ 40ഓളം ന്യൂ എക്കോസിസ്റ്റം പാർട്ട്നേഴ്സും ഉണ്ട്. അതിൽ എയർടെൽ, ET മണിയൊക്കെ വരും. പിന്നെ ഇവരുടെ പ്രോഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പോളിസീസിനുള്ള പ്രൊഡക്ട്സ് 37 പ്രോഡക്ട്സും പിന്നെ 11 ഗ്രൂപ്പ് പോളിസീസിനുള്ള പ്രൊഡക്ട്സുമാണ്. ഇനി ഇവരുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. 2018 സെപ്റ്റംബറിൽ ഇവരുടെ CEO ചേഞ്ച് ആയിരുന്നു. അമിതാഭ് ചൗധരി ആയിരുന്നു CEO. പുള്ളി ആക്സിസ് ബാങ്കിലേക്ക് CEO ആയിട്ട് ജോയിൻ ചെയ്തു 2019. അപ്പം ഇവരുടെ CFO ആയിരുന്ന വിഭ പതൽക്കറിനെയാണ് പിന്നീട് CEO ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തത് സെപ്റ്റംബർ 2018 മുതൽ. വിഭ പതൽക്കർ ചെന്നൈയിലാണ് ജനിച്ചു വളർന്നത്. പിന്നെ ഹയർ സ്റ്റഡീസ് എല്ലാം UK-യിലായിരുന്നു. ഇംഗ്ലണ്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ മെമ്പറാണ്. പിന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ WNS ഗ്ലോബൽ സർവീസസിലുണ്ടായിരുന്നു. അതിനുശേഷം കോൾഗേറ്റ് പാമലീവിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, വൺ ഓഫ് ദ ബിഗ് 4 ഓഡിറ്റ് ഫേംസ്, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2008 HDFCയിൽ ജോയിൻ ചെയ്തത്. ഇനി വിഭ പതൽക്കറിനെ റീപ്ലേസ് ചെയ്ത് CFO ആയിട്ട് ജോയിൻ ചെയ്തത് നീരജ് ഷായാണ്. 2019 ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്തത്. അദ്ദേഹം മെറ്റ് ലൈഫിലാണ് മുമ്പ് വർക്ക് ചെയ്തിരുന്നത് 2016 മുതൽ 2019 വരെ. അവിടെ സ്ട്രാറ്റജിക് ഡയറക്ടറായിരുന്നു. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ട്സിന് ഹെഡ് ചെയ്തിരുന്നു 2015 മുതൽ 2016 വരെ.
പിന്നെ അദ്ദേഹം 2004 മുതൽ 2015 വരെ സീനിയർ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു പ്രൊഡക്ട്സ് ഹെഡായിട്ട്. പിന്നെ അവരുടെ CIOനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസൂൺ ജാഗ്രിയാണ്. അദ്ദേഹം ഒരു IIM പ്രൊഡക്റ്റാണ്. 95 മുതൽ 2001 വരെ സിറ്റി ബാങ്കിലായിരുന്നു. 2001 മുതൽ 2009 വരെ ടാറ്റ AIG ലൈഫ് ഇൻഷുറൻസിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്തിരുന്നതായിരുന്നു. 2009 മുതൽ HDFC ലൈഫിലുണ്ട്. ഇനി 2020 വരെയുള്ള കമ്പനിയുടെ HDFC ലൈഫിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണിരുന്നതെന്ന് നമുക്ക് നോക്കാം. ആനുവൽ പ്രീമിയം ഇക്വലൻ്റ് ഇവർ 2020 18% ഗ്രോ ചെയ്തിട്ടുണ്ട്. AUMന് പറഞ്ഞു കഴിഞ്ഞാൽ AUM 1% ഗ്രോത്ത് കാണിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് മാർച്ചിലുള്ള ഇക്വിറ്റി ക്രാഷ്, മാർക്കറ്റ് ക്രാഷ് അതിനെ എഫക്റ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും അധികം ഗ്രോത്ത് കാണിക്കാൻ പറ്റാതിരുന്നത്. ഇവരുടെ ടോട്ടൽ AUM നോക്കിക്കഴിഞ്ഞാൽ 71% ഡെപ്റ്റിലും 29% ഇക്വിറ്റിയിലുമാണ്. ഈ 71% ഡെപ്റ്റിലുള്ളതിൽ 96% ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും AAA ബോൺഡ്സിലുമാണ് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഇവരുടെ AUM ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 45% യൂലിപ്പിൻ്റെ AUM ഏകദേശം 56%-ത്തോളം ഇവരുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് AUM അല്ലെങ്കിൽ കൺവെൻഷണൽ AUM ആണ്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ യൂലിപ്പിൻ്റെ പെർസെൻറ്റേജ് ടോട്ടൽ AUMൻ്റെ 51% ആയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 45% ആയിട്ടുണ്ട്. സോ അതൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ കമ്പനിയുടെ നെറ്റ് വർത്ത് ഒരു 24% ഗ്രോ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഇവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിലെ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ 21.5% ആണ്. കഴിഞ്ഞ വർഷം 20.7% ആയിരുന്നു. ഓവറോൾ മാർക്കറ്റ് ഷെയർ 14.2% ആണ്. ഗ്രൂപ്പ് സെഗ്മെൻറ്റിലും ഇവർ മാർക്കറ്റ് ഷെയർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം 24% ഉണ്ടായിരുന്നത് ഇപ്പോൾ 29% ആയിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ എംബഡഡ് വാല്യൂവിൽ ഇവർ 13% ഈ വർഷം ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത്. അതും കോവിഡ് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1000 crore കോവിഡ് കാരണം ഈ എംബഡഡ് വാല്യൂ ഇറോഡായിട്ടുണ്ട്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എംബഡഡ് വാല്യൂ ഉള്ളത് 20,650 crore ആണ്. റിട്ടേൺ ഓൺ എംബഡഡ് വാല്യൂ നോക്കുവാണെങ്കിൽ 2019 20%, 2020 18% ആണ്. ഇവർ കൺസിസ്റ്റൻ്റായിട്ട് 20% ആവറേജ് തരുന്നുണ്ടായിരുന്നു. കോവിഡിൻ്റെ മാർക്കറ്റ് ക്രാഷ് കാരണമാണ് ഇത് കുറച്ച് കുറഞ്ഞു പോയത്, 18% ആയത്. പിന്നെ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് നോക്കുവാണെങ്കിൽ ഇവർ 25% ഗ്രോ ചെയ്തിട്ടുണ്ട്. 19.2 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫിഗേഴ്സ്. ന്യൂ ബിസിനസ് മാർജിൻ ഇവർ കൺസിസ്റ്റൻ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. 2019 24.6%, 2020 25.9% ആണ് ന്യൂ ബിസിനസ് മാർജിൻ. ഇനി സോൾവൻസി റേഷ്യോ അത് ഡീഗ്രോത്ത് ആണ് കാണിച്ചിട്ടുള്ളത്. 188% നിന്ന് 184% ആയി. ഇതും കോവിഡ് കാരണം തന്നെയാണ്. പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, സോൾവൻസി റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവർ റീസെൻ്റായിട്ടൊരു ഫണ്ട് റേസിങ് നടത്തുന്നുണ്ട് 600 crore. അപ്പോൾ ഇവർക്ക് ഏകദേശം 192% എത്തിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് IRDA സ്റ്റാൻഡേർഡ്സ് പ്രകാരം മിനിമം 150% ആണ്. സോ ഇറ്റ്സ് വെൽ അബവ് ദാറ്റ്. പിന്നെ പെർസിസ്റ്റൻസി റേഷ്യോ നോക്കുവാണെങ്കിൽ 13 മാസത്തെ പെർസിസ്റ്റൻസി റേഷ്യോ 88%, 61 monthsൻ്റെ പെർസിസ്റ്റൻസി റേഷ്യോ 54% അത് ലാസ്റ്റ് ഇയർ നോക്കുവാണെങ്കിൽ രണ്ടിലും ഏകദേശം 3-4% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് ഈ പെർസിസ്റ്റൻസി റേഷ്യോയിൽ. 13 monthsഉം 61 monthsഉം. അത് 61 months ഇത്ര കുറഞ്ഞ് നിൽക്കാൻ മെയിൻ കാരണം യൂലിപ്പ് പോളിസീസിൻ്റെ ഒരു എക്സ്പയറി ആവണതായിരിക്കും. 5 years മിനിമം ഹോൾഡിംഗ് പീരീഡ് ഉണ്ടല്ലോ.
അപ്പോൾ അതുകൊണ്ടായിരിക്കും 54% അത്ര കുറവ് വാല്യൂ വരുന്നത്. അത് മിക്ക കമ്പനീസിൻ്റെയും 61 മന്ത് കുറച്ച് കുറവായിരിക്കും. പക്ഷേ അത് കൺസിസ്റ്റൻ്റായിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5% ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. അണ്ടർ റൈറ്റിംഗ് പ്രോഫിറ്റ്സ് 10% ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ 10.9 ആണ്. പിന്നെ ഇവർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു ടോട്ടൽ പ്രീമിയം എന്ന് പറഞ്ഞൊരു റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 13.1% ഏകദേശം വരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഈ 13% തന്നെയായിരുന്നു. പക്ഷെ ഇവർ ടെക്നോളജിയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും ആ ഒരു റേഷ്യോ അവർക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് HDFC ലൈഫിൻ്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണെന്ന് നോക്കാം. കമ്പനിയുടെ ബിസിനസ് മോഡൽ 4 ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് കമ്പനി ശ്രമിക്കുന്നത്. ഒന്നാമത് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് ഡെലിവർ ചെയ്യുക. രണ്ടാമത് ഡിവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നൽകുക. മൂന്നാമതായിട്ട് കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ചെയ്യുക. നാലാമത് ഇൻഷുറൻസ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ റീഇമാജിൻ ചെയ്യുക. നമുക്ക് ഓരോന്നത് നോക്കാം. ആദ്യത്തെ ബാലൻസ്ഡ് പ്രൊഡക്റ്റ് മിക്സ് ഡെലിവർ ചെയ്യുക. ഇവരുടെ ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് മിക്സ് നോക്കിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് APE ഇൻഡിവിജ്വൽ APE വെച്ച് നോക്കിയാൽ 2019 യൂലിപ്പ് 55% ആയിരുന്നു. 2020 28% ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ യൂലിപ്പിലുള്ള ഡിപ്പെൻഡൻസി അവർക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റിംഗ് പോളിസീസ് 18% 19% ഉയർത്തുകയും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പോളിസീസ് 15% ആയിരുന്നത് 41% ആയിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ടേം ഇൻഷുറൻസും ആനുവിറ്റി ഇൻഷുറൻസും ഒരു ആവറേജ് തന്നെയായിട്ട് തുടരുകയായിരുന്നു. 7% ആയിരുന്ന 8%, ആനുവിറ്റി ഇൻഷുറൻസ് 5% ആയിരുന്നു 4% ആവുകയും ചെയ്തു. ഇവർ ടേം ഇൻഷുറൻസിൽ കുറച്ചും കൂടെ ഇനിയും കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവരുടെ ടോട്ടൽ പ്രീമിയം ഇൻകം വെച്ചിട്ട് ഓവറോൾ പ്രൊഡക്റ്റ് മിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂലിപ്പിന് 34%, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് സേവിങ്സ് പോളിസീസ് 16%, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രൊട്ടക്ഷൻ പോളിസീസ് 31%, പാർട്ടിസിപ്പേറ്റിംഗ് പോളിസീസ് 19% കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് പ്രീമിയം നെറ്റ് ഇൻകത്തിലേക്ക്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 45% യൂലിപ്പാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 29% നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പോളിസീസും 26% പാർട്ടിസിപ്പേറ്റിംഗ് പോളിസീസുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ബിസിനസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് സേവിങ്സിൽ 26%, ഗ്രൂപ്പ് പ്രൊട്ടക്ഷൻ പോളിസീസ് 25%, കോർപ്പറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ 25%, അതായത് ബാങ്കുകളിലൂടെ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ അതാണ് മെയിനായിട്ട് 25%. പിന്നെ പ്രൊപ്പറേറ്ററി ചാനൽസിലൂടെ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ 24%. പ്രൊപ്പറേറ്ററി ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസീസ് കൂടാതെ ഓൺലൈൻ ചാനൽസ്, ഡയറക്റ്റ് അതൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 26, 25, 25, 24 എന്നാണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ അത് വെൽ ബാലൻസ്ഡ് ആണ്. ഇവർ പറഞ്ഞ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കും ഇവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ഇൻഡിവിജ്വൽ APEയുടെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഇൻഷുറൻസിലൂടെ 2019 ഇവർ സെയിൽസ് നടത്തിയിരുന്നത് 64%. അതിൽ 2020 ഇവർ സെയിൽസ് നടത്തിയത് 55% കുറച്ചിട്ടുണ്ട്. ഏജൻസീസിലൂടെ നടത്തുന്നത് 13% നിന്ന് 14% ഉയർത്തിയിട്ടുമുണ്ട്. പിന്നെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസിലൂടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് 19% നിന്ന് 22% ആക്കിയിട്ടുണ്ട്. ബ്രോക്കേഴ്സിലൂടെ ഉള്ളത് 4% നിന്ന് 9% ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ബാങ്ക്സിലുള്ള ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു സിംഗിൾ ചാനലിലൂടെ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ഇവർ കുറയ്ക്കുകയാണ്, അതിൻ്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കുകയാണ്.
അതുകൂടാതെ ഇവർക്ക് ഓൺലൈനിലൂടെയും ഏജൻസീസിലൂടെയൊക്കെ ഗ്രോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏജൻസി ട്രെയിനിങ്സൊക്കെ ഇവർ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൺലൈനിലാണെങ്കിൽ ഇവർ കൂടുതൽ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ ഡെവലപ്മെൻറ്റ്സ് കൂടുതൽ നടത്തുന്നുമുണ്ട്. പിന്നെ ഈ ബാങ്ക് ഇൻഷുറൻസ് കുറയാൻ മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC റീസെൻ്റായിട്ട് അവർ ഒരു ഓപ്പൺ ആർക്കിടെക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതായത് HDFC ലൈഫിൻ്റെ മാത്രമല്ല HDFC സെല്ല് ചെയ്യുക, അവരുടെ ബാങ്ക്സിലൂടെ സെല്ല് ചെയ്യണേ. HDFC ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ മറ്റേതൊരു ഇൻഷുറൻസിൻ്റെയും പോളിസീസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ആദിത്യ ബിർളയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവർ ഈ ഒരു സിംഗിൾ HDFC ലൈഫിന് ഒരു അവർക്ക് മാത്രമായിട്ടുള്ളൊരു സെയിൽസ് ഒന്നും നടത്തുന്നില്ല. ഇപ്പോൾ അവരൊരു ഓപ്പൺ ആർക്കിടെക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് വരും കാലങ്ങളിൽ മറ്റ് ബാങ്ക്സിലും ഇതുപോലെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വിഭ പതൽക്കർ അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിത് ഏർലി സ്റ്റേജസിൽ തന്നെ അതിലുള്ളൊരു ഡിപ്പെൻഡൻസി കുറച്ചും വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല സൈനാണ്. പിന്നെ ഇവരുടെ പുതിയ പ്രൊഡക്ട്സ് ഇന്നോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സ്ട്രാറ്റജി ആയിട്ട് ഇവർ പറയുന്നത്. അത് നമുക്ക് പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഇവർ ഒരു പുതിയ പ്രൊഡക്റ്റ് വെച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ്. അത് ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡിങ് ആയിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവർ ആ ഒരു പ്രൊഡക്ട്സൊക്കെ ഇറക്കുന്നത്. ഇപ്പോൾ 2019 നോക്കിക്കഴിഞ്ഞാൽ 2 പ്രൊഡക്ട്സ് ഇറക്കിയിട്ടുണ്ട്. ഒരു നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പോളിസിയും ഒരു പാർട്ടിസിപ്പേറ്റിംഗ് പോളിസിയും. ഒരു സഞ്ജയ് പ്ലസ് എന്ന് പറഞ്ഞൊരു നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പോളിസിയും പിന്നെ ഒരു പാർട്ടിസിപ്പേറ്റിംഗ് പോളിസി സഞ്ജയ് പാർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഈ സഞ്ജയ് പാർ അഡ്വാൻറ്റേജ് ഇവരുടെ വലിയൊരു സക്സസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കസ്റ്റമൈസേഷനുള്ളൊരു ഇതും കൂടിയാണ്, അഡ്വാൻറ്റേജും കൂടിയാണ്. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്കൊരു ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു പോളിസിയാണ് നമുക്ക് ലഭിക്കുന്നത്, ലൈഫ് കവറേജാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കൂടാതെ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻകം വെച്ച് മാസം ഇൻകം വെച്ച് കിട്ടാൻ, അല്ലെങ്കിൽ ഒരുമിച്ച് പൈസ കിട്ടാനും അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു സക്സസ് ആയിരുന്നു. ഇതുപോലെ ഇവർ എല്ലാ വർഷവും പുതിയൊരു മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ച് പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അടുത്തത് റീഇമാജിനിങ് ഇൻഷുറൻസ് എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. അത് ഞാൻ അടുത്ത ഓഡിയോയിൽ പറയാം. അടുത്ത സ്ട്രാറ്റജി റീഇമാജിനിങ് ഇൻഷുറൻസ് സെക്ടർ എന്നതാണ്. അതായത് ടെക്നോളജി ഉപയോഗിച്ച് ഒരു കസ്റ്റമർ സെൻട്രിക് എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് നൽകുക എന്നുള്ളതാണ് അവർ പറയുന്നത്. മെയിനായിട്ട് ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. വിഭ പതൽക്കറിൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, നെക്സ്റ്റ് 5 ഇയേഴ്സിൽ അവർക്കൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നതിലുപരി ഒരു ഫിൻടെക് കമ്പനി എന്ന് അറിയപ്പെടാനാണ് താല്പര്യമെന്ന്. അത്രയ്ക്കധികമാണ് ഇവർ ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട് അതിനു വേണ്ടി. ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ സെൻട്രിക് എക്സ്പീരിയൻസ് നൽകാനായിട്ട് ഇവർ മെയിനായിട്ടൊരു 5 ബിൽഡിംഗ് ബ്ലോക്സൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 2019 ഡിസംബറിൽ ഒരു ടെക് ഡേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച്, ഇവരുടെ സ്ട്രാറ്റജീസ്. ഒരു ബിൽഡിംഗ് ബ്ലോക്സായിട്ട് 5 ബിൽഡിംഗ് ബ്ലോക്സാണ് പറയുന്നത്. ഒന്ന് ജേർണി സിംപ്ലിഫിക്കേഷൻ ഫ്രം പർച്ചേസ് ടു പേ ഔട്ട്. പിന്നെ ഒരു സർവീസ് സിംപ്ലിഫിക്കേഷൻ, ഫ്രിക്ഷൻലെസ് സർവീസ് നൽകാനായിട്ട്. പിന്നെ ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കസ്റ്റമറിന് നൽകുക. പിന്നെ പ്ലാറ്റ്ഫോംസ് എക്കോസിസ്റ്റമായിട്ട് ഒരു വെൽ ഇൻ്റഗ്രേറ്റഡ് ആവുക. പിന്നെ ഒരു എല്ലാ സർവീസസും ഒറ്റൊരു സെൻറ്ററിൽ, അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് എക്സ്പീരിയൻസ് കസ്റ്റമറിന് നൽകുക എന്നുള്ളത്.
അപ്പോൾ ഇതിനു വേണ്ടി ഇവർ ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിങ്, ഡാറ്റ ലേക്ക്, അങ്ങനെ ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ എനിക്ക് ഈ ഒരു കാര്യമാണ് ഇവരിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഇവർ ടെക്നോളജിയിലെ ഒരു യൂസ് ചെയ്യുന്നത്. ഇവർ ഒരുപാട് ബോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഒരു ഇപ്പോൾ ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുന്ന ആളുകളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ടുള്ള മെഷീൻ ലേണിംഗ് ആപ്സ് ഉണ്ട്. അതുപോലെ ഇവരുടെ പാർട്ട്നേഴ്സ് ഡാറ്റ ഷെയർ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ HDFC ബാങ്ക് അവരുടെയൊക്കെ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യുക. അങ്ങനെ ഇവരുടെ ലീഡ്സ് വളരെയധികം കൂട്ടുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കുറയും. അങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ Paytm, ET മണി, അതുപോലെ എയർടെല്ലൊക്കെ ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ്. ഈ Paytmലും ET മണിയിലൊക്കെ ഒരു 3 ക്ലിക്ക് സൊല്യൂഷനാണ്. ജസ്റ്റ് 3 ക്ലിക്കിൽ അവർക്കൊരു ഒരു ഇൻഷുറൻസ് കിട്ടും. അത്രയ്ക്ക് എളുപ്പമാണ്. പിന്നെ എയർടെല്ലാണെങ്കിൽ അവരിതൊരു ക്ലൗഡ് ബേസ്ഡ് ആണ്. അത് ഏകദേശം 1.5 സെക്കൻഡിലാണ് ഒരു ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഏകദേശം ഒരു 30,000 ഇൻഷുറൻസുകളാണ് ഒരു ദിവസം തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇതൊക്കെ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഇവർക്ക്. പിന്നെ ഒരുപാട് ഇൻസ്റ്റാസ്യൂട്ട്സ് ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ബ്രോക്കേഴ്സിനെയും ഏജൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ അവരുടെ പേയ്മെൻറ്റ് ഇൻസെൻറ്റീവ്സൊക്കെ ഇതിലൂടെ തന്നെ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി iEnsure എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. iEarn എന്ന് പറഞ്ഞ ആപ്പ് ഒരു സിസ്റ്റമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര വെൽ ഡെവലപ്ഡ് ആണ് ഇവരുടെ ഈ ഒരു ടെക്നോളജിക്കൽ എക്കോസിസ്റ്റം. പിന്നെ ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇവരുടെ ഇനി കൂടുതൽ ഇതിലേക്ക് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവർ IB ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഗ്രൂപ്പാണ്, ഒരു സൊസൈറ്റിയാണ്. അവരായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഫ്യൂച്ചറൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിൽ ടോപ്പ് സ്റ്റാർട്ടപ്സ് ഇവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള ഏറ്റവും നല്ല ആപ്സിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളിലോ ഒക്കെ അവർ ഒരു ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്തും. ഒരു ഫിക്സഡ് എമൗണ്ട് ഇവരിലൊരു 3 മെമ്പർ ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട്. ഒരു ഇവരുടെ ഡിജിറ്റൽ ഹെഡും ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ഇവർ 3 പേരാണ് അതിൻ്റെ ഇൻചാർജ്. അപ്പോൾ അവർക്കൊരു ഫിക്സഡ് എമൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പുതിയ പൊട്ടൻഷ്യലുള്ള സ്റ്റാർട്ടപ്സിൽ, ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പുതിയ ഫ്രഷ് ബ്രെയിൻസ് ഇതിലേക്ക് പുതിയ ആപ്സൊക്കെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ അഡ്വാൻറ്റേജ് ആയിട്ട് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിലെ റിപ്പോർട്ട് അനുസരിച്ച് 2 ഡിസഡ്വാൻറ്റേജ് ഇവരുടെ പറയുന്നുണ്ട്, നെഗറ്റീവ്സ്. ഒന്നാമത്തെ കാര്യം, ഇവർക്കൊരു എക്സ്ക്ലൂസീവ് പാർട്ട്ണർഷിപ്പ് ഇല്ല HDFC ബാങ്കായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, HDFC ബാങ്ക് ഓൾറെഡി ഒരു ഓപ്പൺ ആർക്കിടെക്ചർ ആയിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു മേജർ സെയിൽസ് അവിടെ നിന്ന് കിട്ടത്തില്ല. കാരണം മറ്റ് ഇൻഷുറൻസ് മേഖലകളിലേക്കും ഇൻഷുറൻസ് കമ്പനികളിലേക്കും കൂടെ ഉള്ള സെയിൽസ് HDFC ബാങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേവിങ്സ് പ്രൊഡക്ട്സിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അത് കുറയാനാണ് ചാൻസ് ഇനി മുന്നോട്ട്.
മറ്റ് കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, അതായത് ഈ യൂലിപ്പ് പോലുള്ള ഇതുകളിൽ. പക്ഷേ ഇവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ യൂലിപ്പിന് പക്ഷേ ഇപ്പോഴും ഡിമാൻഡുണ്ട്. പിന്നെ ഇവർ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസിലേക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയും കൂടെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇവർ കുറച്ചും കൂടെ റേറ്റ് കുറവിനോ അല്ലെങ്കിൽ മാർജിൻ കുറവിനൊക്കെ യൂലിപ്പ് പോളിസീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ രീതിയിൽ വരുന്ന ആളുകളെയും കൂടെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണത്. ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ എക്സ്പെൻസ് റേഷ്യോ ക്യാപ്പ് ചെയ്തിരിക്കുന്നത് 2.25% ആണ്. ഈ ഇക്വിറ്റി ഫണ്ടിൻ്റെ 2.25% മാക്സിമം. അത് ഡെപ്റ്റ് ഫണ്ട് ആണെങ്കിൽ 2%. അത് ആ ഫണ്ടിൻ്റെ വാല്യൂ വലുതാവുന്ന അനുസരിച്ച് അത് കുറയുകയും ചെയ്യും. ഇത് മാക്സിമം ആണ്. പക്ഷേ യൂലിപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു 4-5 ടൈപ്പ് ചാർജസ് ഉണ്ട്. പ്രീമിയം അലൊക്കേഷൻ ചാർജ്, പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ്, ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ്. ഈ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് 1.35% ആണ്. പിന്നെ അതർ ചാർജസും പിന്നെ മൊറാലിറ്റി ചാർജസും എന്ന് വെച്ചാൽ അവരുടെ ഈ ലൈഫിനുള്ള കവറും. അപ്പോൾ അവരുടെ നോക്കുകയാണെങ്കിൽ 5 ഇയർ IRDA നിയമം അനുസരിച്ച് ഒരു 5 ഇയർ പ്ലാൻ ആണെങ്കിൽ അതിൻ്റെ മാക്സിമം ചാർജ് 4% ആണ്. 15 ഇയർ പ്ലാൻ ആണെങ്കിൽ 2.25%. ഇത് എക്സ്ക്ലൂഡിങ് മൊറാലിറ്റി ചാർജസ് ആണ്. കാരണം അത് ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ഒരു ലൈഫ് കവറേജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ചാർജസ് ഇവർ മാക്സിമം കുറച്ചിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിലെ ഇൻഫ്ലോവും കൂടെ ഇവരിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് മാർജിൻ കുറച്ച് കുറവാണ്, പക്ഷേ സ്റ്റിൽ ഇതൊരു തുടക്കമാണ്, ഇനി കൂടുതൽ ഫണ്ട് ഇൻഫ്ലോ വരാനായിട്ട് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവർ ബോട്ടം ലൈൻ നന്നായിട്ട് ഗ്രോ ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവർ ബോട്ടം ലൈൻ ഗ്രോ ചെയ്യിക്കാൻ പറ്റാത്ത പ്ലാൻസൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ചെയ്ത് കളയുന്നുണ്ട് പുതിയ പ്ലാൻ വരുന്നതിനനുസരിച്ച് തന്നെ. അപ്പോൾ അതും വളരെ നല്ലൊരു കാര്യമാണ്, കാരണം അത്ര നന്നായിട്ട് മാർജിനും അവർ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെക്കുറിച്ചുള്ള കമ്പനീനെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ കോവിഡ് റിലേറ്റഡ് ആയിട്ട് മാർച്ചിൽ വന്ന ക്രാഷിൽ ഇവർക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ലോസ് ആയിട്ടുണ്ട്. അത് മേജറായിട്ട് യൂലിപ്പ് പോളിസീസിലാണ്. പിന്നെ കുറച്ച് പാർട്ടിസിപ്പേറ്റിംഗ് പോളിസീസിലും ഉണ്ട്. പിന്നെ മറ്റ് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലെയിംസിന് വേണ്ടി ഏകദേശം ഒരു 40 crore മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാർച്ചിൽ. അപ്പോൾ ഇപ്പോൾ ജൂണിൽ അവരുടെ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 41 ക്ലെയിംസാണ് മൊത്തം വന്നിട്ടുള്ളത്. അതിൽ 39 എണ്ണമാണ് ജെനുവിൻ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഏകദേശം 2 crore താഴെ, 2 കോടിക്ക് താഴെയാണ് ഇവർക്ക് അതിൻ്റെ ടോട്ടൽ വാല്യൂ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും 40 crore അഡിക്വേറ്റ് ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം മാറ്റി വെച്ചത്. പിന്നെ വേറൊരു ലോസ് വന്നത് എന്താണെന്ന് വെച്ചാൽ യെസ് ബാങ്കിൻ്റെ 81 ബോണ്ട്സ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഏകദേശം 100 കോടി വർത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അത് ഫുള്ള് ലോസിലേക്ക് വന്നിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ. പിന്നെ ഈ കോവിഡ് വന്നതുകൊണ്ട് യൂലിപ്പിൻ്റെ ഡിമാൻഡ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്, കാരണം അതിൻ്റെ റിട്ടേൺസ് ഭയങ്കരമായിട്ട് താഴെ പോയതുകൊണ്ട്. പക്ഷേ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇത് ടേം ഇൻഷുറൻസ് ഒക്കെ കൂടാനും ചാൻസ് ഉണ്ട്. ഇതൊരു ഇവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇത് ഇപ്പോഴും ഒരു പുഷ് പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരു പുൾ പ്രൊഡക്റ്റ് അല്ല എന്നാണ്. അപ്പോൾ ഇതൊരു പുൾ പ്രൊഡക്റ്റ് ആവാനായിട്ട് മേ ബി ഇത് ഒരു കാരണമായേക്കാം. പിന്നെ
ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ പോളിസീസ് ശരിക്കും ഇവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഒരു ഹെൽത്തിൽ ഇൻഡെംനിറ്റി പോളിസീസ്, അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ബില്ല് പേ ചെയ്യുന്ന ടൈപ്പ് പോളിസീസ്, അത് ജനറൽ ഇൻഷുറൻസ് കമ്പനീസിന് മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് ഫിക്സഡ് ബെനിഫിറ്റ് പോളിസീസ് മാത്രം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൗൺസിലിലെ വിഭവ പത്തേൽക്കരൊക്കെ ഒരു മെമ്പറാണ്. അപ്പോൾ മേ ബി ഇനി ആ ഒരു ഫീൽഡും കൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഹെൽത്തിൻ്റെ ഇൻഡെംനിറ്റി പോളിസീസും കൂടെ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിന് കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ പ്രൊഡക്ട്സ് ആയിട്ട് വരാൻ പറ്റും. അങ്ങനെ സെയിൽസ് കൂട്ടാനും സാധിക്കും. അപ്പോൾ ഇതൊരു ഭാവിയിലൊരു പോസിബിലിറ്റിയാണ്.